ഈ ഒരു അടുക്കളയ്ക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം ഇവിടെ ഗ്യാസോ അല്ലെങ്കിൽ മറ്റുള്ള ആധുനിക സംവിധാനങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ 4 കോടി ആളുകൾ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു ഗ്യാസ് സിലിണ്ടർ ഇതുവരെ കയറ്റിയിട്ടില്ല. അവിടെയാണ് നമ്മൾ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജും അല്ലെങ്കിൽ സ്വയം പര്യാപ്ത ഗ്രാമത്തിലോട്ട് സഞ്ചരിക്കുന്നത്. ക്യാൻറ്റീൻ പണിയുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ ബയോഗ്യാസ് പ്ലാന്റ് പണിതു. പിന്നെ ഇവിടെ കിട്ടുന്ന വിറകും ബയോഗ്യാസ് പ്ലാന്റും ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ മുഴുവൻ കുക്കിങ്ങും. മാത്രമല്ല കേരളത്തിൽ വളരെ ദുർലഭമായ ഒരു കാര്യമാണ് വിറകിൽ കുക്ക് ചെയ്ത് ആഹാരം കഴിക്കാന്ന് വെച്ചാൽ എനിക്ക് തോന്നണില്ല. വളരെ വളരെ റെയറായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ്. അത് മാറ്റം വരുത്തൂല. വിറകും ബയോഗ്യാസും കൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും ലക്ഷവും കോടിയും ആൾക്കാർ ഭക്ഷണം കഴിച്ചത്. ആ ഭക്ഷണത്തിന് പ്രത്യേകതയുണ്ട്. അത് വളരെ സാത്വികമാണെന്ന് എല്ലാവരും പറയുന്നു. എന്താണെങ്കിലും അതിന് പ്രത്യേകതയുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ മോക്ഷയുടെ തത്സമയത്തിലൂടെ കണ്ടിരിക്കുന്ന പലർക്കും സായിഗ്രാമത്തിൽ വരണമെന്നും ഇവിടുത്തെ ഒരു ദിവസം ഇവിടെ ചിലവഴിക്കണമെന്നും ആഗ്രഹമുണ്ടാകാം. ചിലപ്പോൾ പലപ്പോഴും ഈ തിരുവനന്തപുരത്തിന്റെ പരിസര പ്രദേശങ്ങളിലെ കൊല്ലത്തുള്ളവർക്കൊക്കെ ഒരു ദിവസത്തെ യാത്ര തീർച്ചയായിട്ടും ഇവിടെ സാധ്യമാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് വരാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ടോ? ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ ചെമ്പകമംഗലം ജംഗ്ഷൻ എന്ന് പറഞ്ഞ മെയിൻ ജംഗ്ഷനിൽ, അതിപ്പോൾ ഉടനെ സായിഗ്രാമം ബസ് സ്റ്റോപ്പ് ആകുകയാണ്. ആ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 4 കിലോമീറ്റർ നാഷണൽ ഹൈവേയിൽ നിന്ന് സഞ്ചരിച്ചാൽ മതി. അതുപോലെ കൊല്ലത്തുനിന്ന് വന്നവരാണെങ്കിലും ചെമ്പകമംഗലം ജംഗ്ഷനിൽ ഇറങ്ങി 4 കിലോമീറ്റർ മാത്രമേ സഞ്ചരിച്ചാൽ മതി. അവർക്ക് ഇവിടെ എത്തിച്ചേരാം. പിന്നെ സായിഗ്രാമത്തിനെ സംബന്ധിച്ച്